മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്ന ഒരു വാർത്ത കേട്ട് കേരളത്തിലെ ഹമാസ് ആരാധകർ കടുത്ത മൊഹാലസ്യത്തിന് അടിപ്പെട്ട് വീണിരിക്കുകയാണ് എന്നാണ് കേൾക്കുന്നത്. അതായത് ഖത്തർ കേന്ദ്രമായി ഇസ്ലാമിക തീവ്രവാദത്തിന് കുടപിടിക്കുന്ന അൽ ജസീറ ടിവിയെ പൂട്ടി കെട്ടിക്കൊണ്ട് പലസ്തീൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്ക് രാമല്ലയിലെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുകയും ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ബ്യൂറോ അടച്ചുപൂട്ടാൻ ഉത്തരവിടുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് അൽ ജസീറയ്ക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് പലസ്തീൻ അതോറിറ്റിയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി പലസ്തീന് ഗുണം വരുത്താനെന്ന മട്ടിൽ ഹമാസ് തീവ്രവാദികളെ പരമാവധി വെള്ളപൂശുകയും ഇസ്ലാമിക ഇരവാദത്തിനും സഹതാപ തരംഗത്തിനും മുതലെടുപ്പിനും പര്യാപ്തമായ തരത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിക്കുകയും നടക്കാത്ത യുദ്ധത്തിൻ്റെയും പൊട്ടിത്തെറിക്കാത്ത സ്ഫോടനത്തിൻ്റെയും ഇല്ലാത്ത കഥകളുടെയും വീഡിയോകളും ഫോട്ടോകളും പരമാവധി ക്രിയേറ്റ് ചെയ്ത് ഇന്റർനാഷണൽ തലത്തിൽ മുതലെടുപ്പിന് കളമൊരുക്കി പലസ്തീനെ സഹായിച്ചിട്ടും പലസ്തീനികൾ അൽ ജസീറ ടിവിയെ ചവിട്ടി പുറത്താക്കി വാതിൽ അടച്ചിരിക്കുകയാണ്. എന്തും സഹിക്കാം, പക്ഷേ സ്വന്തമല്ലേ ബന്ധമല്ലേ എന്ന് വെച്ച് മാധ്യമനീതിക്ക് നിരക്കാത്ത തറവേലകളുമായി കൂടെ നിന്നിട്ടും പലസ്തീൻ്റെ കയ്യിൽ നിന്ന് മുട്ടൻ തേപ്പ് കിട്ടിയ അൽ ജസീറയും പിന്നെ ഹമാസ് അടക്കമുള്ള തീവ്രവാദികളും അവരുടെ ആരാധകരും നന്ദി കെട്ടവരെന്ന് വിളിച്ച് പലസ്തീൻ അതോറിറ്റിയെ ഇപ്പോൾ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. മുൻപ് അൽ ജസീറയ്ക്കെതിരെ ഇസ്രായേൽ നടപടിയെടുക്കാൻ ഉത്തരവിട്ടപ്പോൾ രംഗത്ത് വന്ന വിസ്മയം ചർച്ച പുലികൾക്കും തീവ്രവാദി ആരാധകർക്കും കടുത്ത ഇച്ഛാഭംഗം സമ്മാനിച്ചുകൊണ്ടാണ് അൽ ജസീറയോട് ഇനിയും സഹായിച്ച് ഉപദ്രവിക്കരുത് എന്ന മട്ടിൽ പലസ്തീൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. വെസ്റ്റ് ബാങ്ക് ജെനിൻ ക്യാമ്പിന്റെ ചുമതല ഹമാസിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് പലസ്തീൻ പട്ടാളവും ഹമാസ് തീവ്രവാദികളും തമ്മിലുണ്ടായ സംഘർഷം റിപ്പോർട്ട് ചെയ്തതിൽ കുപിതരായ പലസ്തീൻ അൽ ജസീറയെ കടന്ന് ആക്രമിക്കുകയായിരുന്നു. അതിൻ്റെ പുറകെയാണ് ഇസ്ലാമിക തീവ്രവാദികളെയും ഇസ്ലാമിക ലോകത്തെ മുഴുവനും അമ്പരപ്പിക്കുന്ന ഈ പ്രഖ്യാപനവുമായി പലസ്തീൻ രംഗത്ത് വന്നത്. കടുത്ത വിഭാഗീയതകളിലൂടെ ഭിന്നിപ്പുകൾക്ക് കളമൊരുക്കിയ അൽ ജസീറയുടെ നടപടികളെ അറബ് മാതൃരാജ്യങ്ങളിൽ വിഭജനം വിതയ്ക്കുവാനുള്ള നീക്കമെന്നാണ് പലസ്തീൻ ഭരണപക്ഷമായ ഫത്ത ആരോപിച്ചിരിക്കുന്നത്. അടിസ്ഥാനരഹിതമായ വാർത്തകൾ അതിരുകടന്നപ്പോൾ ഒരു വേള US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നേരിട്ട് അൽ ജസീറയ്ക്ക് താക്കീതും നൽകിയിരുന്നു. ഈ തീരുമാനം തങ്ങളെ ഞെട്ടിച്ചുവെന്നും ഇത് അധിനിവേശ പ്രദേശങ്ങളിലെ സംഭവങ്ങളെക്കുറിച്ചുള്ള സത്യം മറയ്ക്കാനുള്ള ശ്രമമാണ് എന്നും ഇത് പിൻവലിക്കാൻ പലസ്തീൻ അതോറിറ്റിയെ സമീപിച്ചിട്ടുണ്ട് എന്നും അൽ ജസീറ ചാനൽ പറയുന്നു. പക്ഷേ ചാനൽ നിരോധനത്തിന് കാരണമായി പലസ്തീൻ അതോറിറ്റി പറയുന്നത് വഞ്ചനാപരവും കലഹം ഉണ്ടാക്കുന്നതിന് ഉതകുന്നതുമായ വാർത്തകളാണ് ചാനൽ നൽകുന്നത് എന്നും രാജ്യത്ത് നടക്കുന്ന അതിക്രമങ്ങളിൽ എരുതിയിൽ എണ്ണ പകരുന്ന പ്രവൃത്തിയാണ് ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും അതുകൊണ്ടാണ് പലസ്തീനിലെ സാംസ്കാരിക ആഭ്യന്തര വാർത്താവിനിമയ വകുപ്പുകളിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ തീരുമാനം എടുത്തത് എന്നുമാണ്. ഏതായാലും പലസ്തീൻ്റെ ആരോപണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ ഖത്തർ സ്പോൺസേഡ് ചാനൽ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണിപ്പോൾ. അതേസമയം നിരോധനത്തെ എതിർത്ത് പലസ്തീനിലെ പ്രതിപക്ഷവും മുൻ മന്ത്രിമാരും പലസ്തീൻ നാഷണൽ ഇനീഷ്യേറ്റീവ് പാർട്ടിയും രംഗത്തെത്തിയെങ്കിലും അനന്തര നടപടികൾ എന്തെന്ന് പലസ്തീൻ അതോറിറ്റി ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.